അത്രക്ക് ഇഷ്ടമാണോ? എത്ര ഇഷ്ടാ. അല്ല എന്റെ തലയിലെ പേനെടുത്ത് അങ്ങോട്ട് വെച്ചെന്തിനാ? പേനല്ലത്. പിന്നെ നിനക്ക് ഈ കല്യാണ പന്തലിൽ നിന്ന് വന്നപ്പോ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്ത എങ്ങനെ? അയ്യോ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നേ. ഇതുപോലൊരു കല്യാണം ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ലെന്നാണ് എന്റെ അച്ഛൻ പറഞ്ഞത്. അയ്യോ ശരിയോ, ഭയങ്കര ആളായിരുന്നല്ലേ? പിന്നെ ഭയങ്കര ജനമായിരുന്നു. അതെ ഭയങ്കര ജനമായി. അയ്യോ ഈ മുടി ഇത്ര ഉണ്ടായിരുന്നല്ലോ നിനക്ക്? അയ്യോ ഇത്രയും മുടിയൊന്നും ഇല്ല എനിക്ക്. എനിക്ക് മുടിയേ ഇല്ല ഏട്ടാ, ഞാൻ പൊട്ടച്ചിയാ. ഇത് വിഗ്ഗാ. ഞാൻ ഒത്തിരി മുടിയുള്ള പെണ്ണുങ്ങളെ എനിക്ക് ഇഷ്ടം. ഞാൻ അങ്ങനെയാണല്ലോ കണ്ടത്. എന്റെ പൊന്നിയേട്ടാ വിഷമിക്കണ്ടേ, എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്ന ആളാണെന്നേ. ഞാൻ വീട്ടിൽ നിന്നാലും എന്റെ മുടി അങ്ങ് ജംഗ്ഷനിൽ കിടക്കുവായിരുന്നേ. എന്നിട്ട് എന്ത് പറ്റി? ഒരു ദിവസം ഉണ്ടല്ലോ ഏട്ടാ, ഞാൻ വീട്ടിലോട്ട് കേറാൻ ഇങ്ങോട്ട് വരും, എന്റെ മുടി ജംഗ്ഷനിൽ കിടക്കുവാണല്ലോ. ഏതോ ഒരുത്തൻ ഒരു കാറ് കൊണ്ടുവന്ന് അതിന്റെ പുറത്തങ്ങ് പാർക്ക് ചെയ്ത്. എനിക്ക് കേറാൻ പറ്റുമോ? മുടിയുടെ മുകളിലോ? മുടിയുടെ മുകളില്. എന്നാ ഇത്? എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. പിന്നെ ഓട്ടോ പാർക്ക് ചെയ്യുന്ന, സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന, അവസാനം ശല്യമായപ്പോ ഞാൻ അതെല്ലാം മുറിച്ച് കളഞ്ഞ ഞാനങ്ങ് മൊട്ടച്ചിയായി. ശരി. ഒരു തുള്ളി ചോദിച്ചപ്പോ ഒരു കുട എടുത്ത് അങ്ങ് മറിക്കുക. പിന്നെ എനിക്ക് ചേട്ടനോട് ദേഷ്യമാണ്. എന്തിന്? എന്റെ അച്ഛനും ആങ്ങളമാരും ഒക്കെ ചേട്ടനെടുത്ത് വർത്താനം പറയാൻ വേണ്ടി ചേട്ടൻ ഭയങ്കര ജാട ഇട്ടുന്നില്ല. അവരോട് മിണ്ടിയില്ലല്ലോ. ഇടി അവരോട് എപ്പോഴും വേണം സംസാരിക്കാലോ. ഞാൻ ഇനി ഇവിടെ ഉണ്ടല്ലോ, എങ്ങും പോകുന്നില്ലല്ലോ, സംസാരിക്കാലോ. അതൊക്കെ പോട്ടെ, എന്റെ കുറച്ച് കൂട്ടുകാരികൾ വന്നല്ലോ, അവരോട് ചേട്ടൻ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയോ? മിനി ബസ് വന്നാണോ? നിന്റെ കൂട്ടുകാരികളാണോ? അതെ. ഞാൻ ആ ബസിന്റെ അകത്ത് കിടന്ന് വിരകുയത്. എന്റെ പൊന്നടിവേ, അവർ എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് പറഞ്ഞെന്നറിയോ? ഈ ഇടുപ്പില് ടാറ്റു അടിച്ച ഒരു പെണ്ണുണ്ടല്ലോ, നിഖില. നിക്കൂല, എന്നോട് വർത്താനം പറഞ്ഞിട്ട് വിട്ടുപോയി. അല്ലല്ല, അവിടെ പേരാ നിഖില. നിഖില? എന്റെ പൊന്നെ, അവള് ഭയങ്കര പാട്ടുകാരിയാ. മൂന്നാമത്തെ പാട്ടായപ്പോ താലി കെട്ടുന്ന സമയമായിരുന്നു. ഞാൻ പോന്നപ്പോ അവൾ എന്നോട് പറഞ്ഞു വാട്സാപ്പിൽ ഇട്ട് തരുന്നത്. നമ്പരും വാങ്ങിച്ചല്ലേ? നമ്പറൊക്കെ വാങ്ങിച്ചു. അത് പോട്ടെ, നീ കേറി വന്നപ്പോ അമ്മയ്ക്ക് വള ഇട്ടായിരുന്നോ? അമ്മയ്ക്ക് വളം ഇടാൻ അമ്മ എന്താ ഇടവേള കൃഷി? അതല്ലടി, അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. പുതുപ്പെണ്ണ് കേറി വരുമ്പോ അമ്മയ്ക്ക് ഒരു വള ഇട്ട് കൊടുക്കണം. അയ്യോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനല്ല. പെണ്ണിങ്ങോട്ട് കേറി വരുമ്പോ അമ്മായിയമ്മ കയ്യെ കിടക്കുന്ന 2 വള ഒരു പെണ്ണിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയാ? അങ്ങനെ. എന്നിട്ട് എന്റെ അമ്മ തന്നോ? ഇല്ല, അമ്മ തരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. വിളക്ക് തരാൻ നേരം ഞാൻ 2 വള അമ്മ കാണാതെ അടിച്ചു മാറ്റി കയ്യിൽ ഇട്ടു. ഈ വളയുടെ പേര് ഭയങ്കര വഴക്കുമായിരിക്കും. പിന്നെ പാചകമൊക്കെ അറിയാവോ? അല്ല ചേട്ടന്റെ രീതികളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. എനിക്ക് മീൻകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അത് വറുത്തരച്ചുണ്ടാക്കണം. കുരുമുളകെല്ലാം ചേർത്ത് കറിവേപ്പിലേക്ക് ഇട്ട് നല്ല ചെറിയ കുഴമ്പ് മണാന്നറിയാവോ? എനിക്കാണെങ്കിൽ ഏട്ടാ ഇതിനാൽ ഒരു വക അറിയത്തില്ല. ഏതായാലും ചേട്ടൻ ഇത്രയൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ആ ഭാഗത്തേക്ക് വരുന്നേ ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ ചോറൊക്കെ വേവിക്കുമ്പോ പുളുങ്കുരു പോലെ ഇരിക്കണം കേട്ടോ. എനിക്ക് വെന്ത ചോറ് ഇഷ്ടമല്ല. പിന്നെ രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേക്കും, അപ്പൊ എനിക്കൊരു ബെഡ് കോഫി തരണം കേട്ടോ. പിന്നെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു കോഫി തരണം. പിന്നെ 11 മണിക്ക് എനിക്കൊരു ജ്യൂസ് തരണം. പിന്നെ ഈ തറയൊക്കെ തുറച്ച് എന്റെ തുണിയെല്ലാം കഴിഞ്ഞ് ചേട്ടൻ എപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ എന്റെ കാല് വന്നൊന്ന് മസാജ് ചെയ്ത് തരണം. അത്രേ ഉള്ളൂ കേട്ടോ. ജീവൻ ഉണ്ടെങ്കിൽ ലാസ്റ്റ് മസാജും ചെയ്തു തരാം കേട്ടോ. ചേട്ടാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എന്താ ഇത്രയും നാളും കല്യാണം കഴിക്കാഞ്ഞേ? അത് എല്ലാരും പറഞ്ഞു എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന്. അല്ലല്ല, ഞാൻ കേട്ടത് ചേട്ടന് ഭയങ്കര പേരുദോഷമാണെന്നല്ലോ. ആണോ? അതെന്നാന്നറിയോ? എന്താ? കുറെ ആൾക്കാർ എന്നെ പറ്റി പറയാൻ വേണ്ടി തന്നെ ഇരിക്കുവാ. ഈ ചാരിറ്റി പരിപാടി ഉണ്ട്. എനിക്കറിയാം, മറ്റേ അനാഥാലയത്തിലൊക്കെ പോയി എന്തെങ്കിലും സഹായിക്കാൻ. അനാഥാലയത്തിൽ, തൊട്ടടുത്ത അനാഥാലയത്തിൽ ഞാൻ പോകുന്നുണ്ട്. ഇവന്മാര് പറഞ്ഞു ഒപ്പിച്ച പരിപാടി എന്തുവാ? എനിക്ക് അവിടെ 2 പെൺപിള്ളേരുണ്ട്. അയ്യോ അത് പോട്ടെ. ആ കനാലിന്റെ പഞ്ചായത്തിരിക്കുന്ന ഒരു വീടുണ്ട്. അവിടെ ജാനു എന്ന് പറഞ്ഞ പെണ്ണുണ്ട്. എന്റെ മൂത്ത ഇറക്കം എന്റെ ആണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്ന്. അയ്യോ അതെന്തൊരു നാണക്കേടാ. ഒരു രക്ഷയില്ല. പിന്നെ ചേട്ടാ എനിക്ക് എങ്ങനെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന സ്വഭാവം ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പെണ്ണുങ്ങളൊന്നും ഞാൻ ഒരിക്കലും അടച്ചിട്ടിരിക്കാറില്ല. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലോ പഠിക്കാൻ പോവാം. എനിക്ക് പഠിക്കണമെന്നുണ്ട് ചേട്ടാ. എന്ത് പഠിക്കാൻ ആഗ്രഹം? എനിക്ക് കരാട്ട പഠിക്കണം. അല്ല ഒന്നുമല്ല, കരാട്ട പഠിക്കണം. കരാട്ട പഠിക്കണം. നാടനടി അടിച്ച് ചത്താ മതി എന്ന് എന്റെ ഒരു ആഗ്രഹം.